സ്ത്രീ തക്ക തുണ. വുമൺ എ ഹെൽപ്പ് മീറ്റ്. സ്ത്രീ പുരുഷനെ കാട്ടി വലുതെന്നോ പുരുഷൻ സ്ത്രീയെ കാട്ടി വലുതെന്നൊന്നും അല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ദൈവം നിയോഗിച്ചത് ആ പരിപാടി. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പം ദൈവത്തിന് ചില പ്ലാനുണ്ട്. ആ പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിയാകത്തില്ല. അതിപ്പം നമ്മൾ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുക, അല്ല നമ്മൾ മൊബൈൽ വാങ്ങിക്കുക, അതിൻ്റേതായിട്ടുള്ള മാനുവലുണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ചാലേ. ഒരു മൊബൈൽ കൊണ്ട് വെള്ളത്തിൽ കൊണ്ടിട്ട് അത് പ്രവർത്തിക്കുമോ? ഇല്ല, ദാറ്റ് വിൽ ബി ഡെഡ്. എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് കൊണ്ട് ഓവനായിട്ട് ഉപയോഗിക്കാൻ നോക്കുമോ? ഇല്ല. സോ എവറിത്തിങ്. അതുപോലെ തന്നെ കുടുംബജീവിതം, ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പ്ലാനുകൾ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതറിയാതെ നമ്മൾ ചുമ്മാ അവിടെ ഇവിടെ നടന്നിട്ട് കാര്യമില്ല. നമ്മളതിന് തീക്ഷ്ണമായ വില കൊടുത്ത് പഠിപ്പിക്കണം. അതൊക്കെ മാറി നമ്മൾ പഠനം, കുഞ്ഞുങ്ങളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചെടുത്ത് വലിയ ആളാക്കണം എന്നുള്ള ചിന്ത മാത്രം ആകുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ സ്ഥാനം മാറിപ്പോകുന്നു. എന്നാൽ ഈ അടുത്തിടയിലൊക്കെ ഞാൻ കാണുന്നുണ്ട് അമ്മയപ്പന്മാർ മക്കളെ വചനത്തിൽ ദൃഢമായിട്ട് അവരുടെ പ്രശ്നം അറിഞ്ഞ് പല വിശ്വാസ കുടുംബങ്ങളും ശക്തമായിട്ട് വചനം പഠിപ്പിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ചർച്ചുകളിലും സഭകളിലും കുടുംബത്തിലെ മക്കളെ വചനം പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അതൊരു നല്ല ചേഞ്ചാണ്. ബട്ട് ഇറ്റ് ഷുഡ് കണ്ടിന്യൂ. അതെല്ലാ ഭവനങ്ങളിലും വേണം. സ്ത്രീ ഒരു തക്ക തുണയെന്നുള്ളതിൻ്റെ 4-ാമത്തേതാണ് ഇന്ന് എടുക്കുന്നത്. ഐ ഹോപ്പ് ഐ ക്യാൻ ഫിനിഷ് ഇറ്റ് ബൈ ദിസ് സെഷൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവനുള്ള ദൈവം ഒരു പുരുഷനെ സൃഷ്ടിച്ച്, ആദത്തിനെ സൃഷ്ടിച്ച്, പുരുഷൻ ഏകനായിട്ടിരിക്കുന്ന നന്നല്ല എന്ന് ദൈവം പറയുന്നു. പുരുഷനെ സൃഷ്ടിച്ച ദൈവമാണ് പറഞ്ഞത് പുരുഷൻ ഏകനായിട്ടിരിക്കുന്ന നന്നല്ലെന്ന്. പിന്നെ ഏകമായിട്ട് ജീവിക്കുന്നത് നമ്മൾ ഒത്തിരി എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഏകനായിട്ട്. അതുകൊണ്ട് ദൈവം തക്ക തുണയെ സൃഷ്ടിച്ചു എന്നാണ് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ പറയുന്നത്. ഹവ്വായെ കണ്ടപ്പോൾ വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ക്രിയേഷൻ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത്ര സന്തോഷകരമായിട്ട് അവർ ഒന്നിച്ച് ജീവിച്ചു. അന്നേരം അവർക്ക് കുഴപ്പമില്ല. പാപം ചെയ്ത നിമിഷം തൊട്ട് അവർ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ തുടങ്ങി. അതുതന്നെയാണ് കുടുംബജീവിതത്തിൽ. നമുക്ക് ബലഹീനതകൾ ഒത്തിരി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അന്യോന്യം, നമ്മൾ എന്ത് പറഞ്ഞാലും, ഇപ്പോൾ ഞാൻ വീട്ടിൽ എന്ത് ഉറക്കം പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡ് വിചാരിക്കും കുറ്റം പറയുന്നതാണ്. ഹസ്ബൻഡ് എന്തെങ്കിലും മുഖം മാടിയ ഉടനെ ഞാൻ വിചാരിക്കും എൻ്റെ കുഴപ്പമാണ്. ഇതൊന്നും അല്ല കാര്യം. കാരണം നമ്മുടെ ഇമോഷണൽ അപ്ഹീവൽ വരുമ്പം നമ്മുടെ റിയാക്ഷൻസ് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് വി ആർ നോട്ട് ലിവിങ് ഇൻ എ പെർഫെക്റ്റ് വേൾഡ്. അപ്പോൾ ക്ഷമിക്കാനും വഹിക്കാനുമുള്ള ഹൃദയം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പാടാണ്. ഇറ്റ് മി കം ബാക്ക്. സ്ത്രീ ഒരു തക്ക തുണയാന്ന് പറയുമ്പം ഒരു സ്ത്രീയെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷന് വോറിയറായിട്ടല്ല, കൂടെ നിന്ന് സഹായിക്കുന്ന വ്യക്തിയായിട്ടാണ്. അതിന് 3 കാര്യങ്ങൾ. 1, അവളൊരു വിശ്വസ്ത ഭാര്യയായിരിക്കണം. 2, ഒരു വിശ്വസ്തമായ അമ്മയായിരിക്കണം. 3, ആത്മാവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. 3 കാര്യങ്ങൾ വളരെ നിർബന്ധം. ഒരു വിശ്വസ്ത ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവിന് തൻ്റെ ഭാര്യയെ വിശ്വസിക്കാൻ തക്ക പദവിയിലോട്ട് നമ്മൾ കയറണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5:22, 1 പത്രോസ് 3:6. ഇത് രണ്ടും നമുക്ക് വായിക്കാം. പല ഭാഗങ്ങളുണ്ടെങ്കിലും 1 പത്രോസ് 3:6, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5:22. 5:22 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താവിനെ കീഴടങ്ങും. എന്തിനാണ് പറഞ്ഞത്? കർത്താവാണ് ഐഡിയൽ പേഴ്സൺ. കർത്താവാണ്. കർത്താവ് ഒരിക്കലും ഉപദ്രവിക്കുകയും അടിക്കുകയും ചെയ്യുന്ന ദൈവമല്ല. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആ ലെവലിൽ കാണുമ്പം ആ വേർഡ് കറക്റ്റല്ല. സത്യം പറഞ്ഞാൽ ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്നുള്ള വേർഡിനെക്കാട്ടിൽ ഉചിതം ബി ഹെൽപ്പർ ടു ദ ഹസ്ബൻഡ്. കീഴടങ്ങുക എന്ന് പറയുമ്പം നമുക്ക് ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ വരുന്നുണ്ടോ? അത് പറയുന്നതല്ല നമ്മളൊരു സ്ലേവിനെ പോലെ. അതല്ല, ഒരു സ്ലേവിനെ പോലെ അനുസരിക്കുകയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും അവരൊരു 2 പേരും കൂടി ഒരു തീരുമാനം എടുത്തു കഴിയുമ്പം എൻ്റെ എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു അതിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് പറയാനുള്ളൊരു ശക്തിയാണ് ഭാര്യയ്ക്ക് ആവശ്യമുള്ളത്. അത് ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഐ ഹാവ് സീൻ ഇറ്റ് ഇൻ അവർ ഫാമിലി. മക്കളിലൊക്കെ ആ ഒരു സ്വഭാവം ആദ്യം കാണും. പക്ഷെ ക്രമേണ അവർ ഈ ലോകത്തിൻ്റെ പ്രഷർ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് മാറിപ്പോയിട്ട് പിശാചിന് അടിമയാണെന്ന് ഞാൻ കാണാറുണ്ട്. തുടക്കം വളരെ അനുഗ്രഹമാണ്. തുടക്കം ഒരു കുഴപ്പമില്ല. പള്ളിയിലാണ്, അച്ഛന്മാർ കല്യാണം നടത്തിയതാണ്, പ്രാർത്ഥനയോട് തുടങ്ങിയതാണ്, എല്ലാം ചെയ്താൽ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജീവിതത്തിൻ്റെ ഈ മുള്ളും പുറക്കാരെ അങ്ങോട്ട് വന്നിട്ട് അവരെ ഇല്ലാതാക്കും. അതിൽ നിന്നൊക്കെ രക്ഷിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ തന്നെ വിചാരിച്ച ഒക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം നമുക്ക് ആവശ്യമുണ്ട്. വചനം ഇങ്ങനെയാണ്: ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താവിനെ കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവ്. കണ്ടോ,
ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തല. അപ്പം നമ്മൾ രക്ഷിക്കുക, ഒരാൾ മേൽനോട്ടമുള്ള ഒരു പദവിയിലോട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്നു എന്ന് കാണണം. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാരും സകലത്തിനും കീഴടങ്ങിയിരിക്കണം. അത് അനുസരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിനകത്ത് ഒരു സ്ലേവ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ല ഇവിടെ എടുക്കേണ്ടത്. അന്യോന്യം സ്നേഹിച്ചിട്ട് ഒന്നിച്ച് നിന്ന് കാര്യങ്ങൾ എടുക്കാനുള്ളതാണ്. ഭർത്താവ് എന്ത് പറയുന്നു അത് ഞാൻ അബൈഡ് ചെയ്യുന്നു എന്ന് പറയുന്ന അത് ഞാൻ അനുസരിക്കുന്നു. അവിടെയാണ് ആ കീഴടക്കത്തിൻ്റെ അർത്ഥം വരുന്നത്. അതുപോലെ ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ച പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ക്രിസ്തു തൻ്റെ ശരീരം. ആക്ച്വലി ഭാര്യമാരെക്കാട്ടി കൂടുതൽ ഭാരം ഭർത്താക്കന്മാർക്കാണ് ഈ വചനാടിസ്ഥാനത്തിൽ. ക്രിസ്തുവിന് തൻ്റെ ജീവനെ കൊടുക്കേണ്ടി വന്നു തൻ്റെ സഭയെ രക്ഷിക്കാൻ. ഇന്നും കഷ്ടപ്പെടുക ഭർത്താവ്. അതുതന്നെയാണ് ഭർത്താക്കന്മാരുടെ ജീവിതം. സത്യം ചിലപ്പം പറയത്തില്ലേ, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പറയും പ്രശ്നമാണ്, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ദുരിതമാണെന്ന് ചിലർ പറയും. കാരണം ഇതൊരു കണക്ക് ആത്മാവില്ലെങ്കിൽ ദുരിതം തന്നെയാണ്. ക്യാൻ ബി മിസറബിൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം സെൻറ്ററാകണം. ദി സ്പോക്സ്ബിൽ നടുക്ക് യേശു. ഏതൊരു തീരുമാനത്തിനും ഇപ്പം നമ്മൾ വഴക്കുണ്ടാക്കാൻ ഒരു സാധ്യതയുണ്ടെന്നായിരിക്കും. നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കാൻ തമ്മിൽ പ്രശ്നമുണ്ട്. നമ്മൾ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു വെച്ച് പറയാം, നമുക്ക് 2-3 ദിവസം ഒന്ന് പ്രാർത്ഥിക്കാം, അല്ലെ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുന്നത് കാണാം. കാരണം ദൈവത്തിനെ ഏൽപ്പിച്ചു. പക്ഷെ നമ്മൾ ദൈവത്തിനെ ഏൽപ്പിക്കാതെ ഒരു തീരുമാനം എടുത്ത് വെച്ച് പിന്നെ ആ തീരുമാനം എടുക്കാൻ അതൊന്ന് പ്രാവർത്തികമാക്കാൻ ഒരു തരത്തിൽ വിചാരിച്ചൊക്കത്തില്ല. ബിക്കോസ് ഗോഡ് ഈസ് നോട്ട് ഇൻ അവർ സപ്പോർട്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തോട് ഒന്നിച്ച് ചേർന്ന് നിന്ന് ഭാര്യ ഭർത്താക്കന്മാർ തീരുമാനമെടുക്കുന്നതിൽ ഒന്നിച്ച് നിൽക്കാനുള്ള കൃപ ചോദിച്ചു വാങ്ങിക്കണം. സംശയങ്ങളും വഴക്കും വരുമ്പോൾ ഒരു ദിവസം ഇത് അവിടെ ഇരിക്കട്ടെ, ദൈവത്തെ ഏൽപ്പിക്കാമെന്ന് പറയാൻ ഒരാൾക്കെങ്കിലും മനസ്സുണ്ടായെങ്കിൽ അതിന്മേൽ ദൈവം വിടുതൽ തരും. ഒരാളെങ്കിലും ദൈവത്തിന് കീഴ്പ്പെട്ടാൽ കുടുംബജീവിതം ശരിയാകും. അതുപോലെ തന്നെ അടുത്ത വാക്യം വായിക്കേണ്ടത് 1 പത്രോസ് 3 കീഴടങ്ങിയിരിപ്പേൻ. ഇവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന കീഴടങ്ങിയിരിക്കും. ഇറ്റ് ഡസൻറ്റ് ഹാവ് എ നെഗറ്റീവ് മീനിങ് പ്ലീസ്. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയും. അപ്പം നമ്മുടെ നടപ്പിനാൽ, അതായത് നമ്മൾ ദൈവത്തോടുള്ള ബന്ധമാണ് അവിടെ പറയാനുള്ളത്. ഈ സ്ത്രീകൾക്കാണ് വി ഹാവ് എ ഡിഫറെൻറ്റ് ആൻറ്റിന. നമുക്കൊരു പ്രത്യേക ആൻറ്റിനയുണ്ട്. നമുക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് ചില കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ശരിയല്ല, ശരിയാകത്തില്ലെന്ന് പറയും. പുരുഷന്മാർക്ക് അതല്ല, അവർ ലോജിക്കാണ്. 1 + 1 = 2, 2 + 2 = 4. അങ്ങനെ നമ്മളത് 1 + 1 ദൈവം പറയുന്നത് 10 ആണെങ്കിൽ നമ്മൾ പറയും 1 + 1 10 തന്നെ നമ്മൾ പറയും. എന്നാൽ നമുക്ക് ലോജിക്കിനെക്കാട്ടി കൂടുതൽ ആ ഒരു ആൻറ്റിന, ഒരു പ്രത്യേക ഒരു ഡിസേണിങ് സ്പിരിറ്റ് നമുക്കുണ്ട്. അത് സ്ത്രീകൾക്കേ ഉള്ളൂ, പുരുഷന്മാർക്കില്ലത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കാമെങ്കിൽ, എൻ്റെ ഭവനത്തിൽ ഞാൻ കാണുന്നത് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സ്ഥലം വാങ്ങിക്കാനോ ആളുകളുമായിട്ട് ഇടപെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും അഡ്വാൻസ് കൊടുക്കാൻ നേരത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെ കറക്റ്റായിട്ട് ദൈവനെ കാണിച്ചു തരും. അപ്പം ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൊടുക്കല്ലേ, അയാളുടെ കഴുത്തിൻ്റെ മേളിൽ കുറുക്കൻ്റെ തലയാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. ക്ലിയറായിട്ട് ഞാൻ കണ്ടതാണ്. ഞാൻ ഇച്ചിരി നേരം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തും. ഞാൻ എന്ന് വെച്ചാൽ പറഞ്ഞു, കൊടുക്കല്ലേ, അയക്ക് കൊടുത്ത ഒരു പ്രയോജനവും ഇല്ല, അയാളുടെ കഴുത്തിൻ്റെ മുകളിൽ കുറുക്കൻ്റെ തലയാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. അവർ വാക്ക് പറഞ്ഞല്ലേ, എന്നിട്ട് എന്തോ ചെറിയ എമൗണ്ട് അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. അത് ബാംഗ്ലൂർ വെച്ചാണ് നടന്നത്. ദൈവം കാണിച്ചില്ലേ? ദൈവം കാണിച്ചു. അത് നമുക്കെങ്ങനെയുണ്ട്? നമുക്കെന്ത് റീസണാണ് പറയാം? ഒരു റീസണേ ഇല്ല. ബട്ട് വി ഹാവ് ആൻ ആൻറ്റിന. വി നോ ദാറ്റ് സംതിങ് ഈസ് നോട്ട് റൈറ്റ്. ചിലപ്പോൾ നമ്മൾ പോകല്ലേ, ആ വഴിക്ക് പോകല്ലേ എന്ന് പറയും. അത് എപ്പോഴും നമ്മൾ കൂടുതൽ പറയുമ്പോൾ ആരും അനുസരിക്കത്തില്ല. അതുകൊണ്ട് 2 സൈഡും പറയണം. അപ്പം വി ഹാവ് ടു ബി ട്യൂൺഡ് ഇൻ ടു ദ ഹോളി സ്പിരിറ്റ്. പിന്നെ അങ്ങേപ്പുറത്തെ ആൾ ഹോളി സ്പിരിറ്റ് ഇല്ലെങ്കിലും ഇത് പാടാണ്. അപ്പോൾ ഇതല്ല ഈ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് ഇപ്പം പ്രശ്നമാണെന്ന് വിചാരിച്ച് നിങ്ങളാരും പലരും ഈ എൻ്റെ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, ഇപ്പം പ്രശ്നമാണെന്ന് വിചാരിച്ച് ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല മക്കളെ. നിങ്ങളിനി വേറെ ഒരാളെ കല്യാണം കഴിച്ചില്ല, അതിൽ കൂടുതൽ ഭാരം പിന്നെ ആദ്യം തൊട്ട് തുടങ്ങാം. അത് നല്ല ഈ മനുഷ്യൻ്റെ കൂടെ നിന്നിട്ട് ഇയളിലുള്ള കീടം കഴിഞ്ഞിട്ട് അയാളെ ശുദ്ധനാക്കി തരുന്നതല്ലേ നല്ലത്. അതുപോലെ സ്ത്രീയിലും അവരൊരു കാലമാകുമ്പം ഒരു പ്രായമായി കഴിയുമ്പോഴത്തേക്ക് അവർ ഏറ്റവും മനോഹരമായൊരു പാത്രമായി മാറും. സോ വി ആർ ബി വെരി കെയർഫുൾ വാട്ട് വി ആർ ഡൂയിങ്. അങ്ങനെ അനുസരണമുള്ള ഒരു ഭാര്യയാണ്. അപ്പോൾ റിബേക്ക അനുസരണമുള്ള ഭാര്യയായിരുന്നു, അനുസരണമൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അനുസരണമുള്ള വിശ്വസ്തയായ അമ്മയാണ്.
അമ്മയായിട്ടും വിശ്വസ്തരായിരിക്കണം. അവിടെ ഒരു പാർഷ്യാലിറ്റിയോ 10 മക്കളുണ്ടെങ്കിൽ 5 പേരെ ഇഷ്ടം 5 പേരെ ഇഷ്ടമല്ല. പെൺമക്കളാണെങ്കിൽ അവരെ നോക്കത്തില്ല, ആമക്കൾ. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഞാനിത് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ഗ്രൂപ്പിൽ പറയുമ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് എല്ലാ പിള്ളേരും ഒന്നാണ്. അതൊക്കെ പറയും. പക്ഷേ പ്രവൃത്തി ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കും. അത് ശരിയല്ല. ഇപ്പോൾ റിബേക്കയുടെ കാര്യത്തിൽ റിബേക്കയോട് ദൈവം പറഞ്ഞു, നിൻ്റെ മൂത്ത മകനല്ല ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നത്, ഇളയ മകനെ ഞാൻ യാക്കോബിനെ അനുഗ്രഹിക്കാൻ പോകുന്നത്. നേരത്തെ ഇന്നോട്ട് ഇത് കൊണ്ടുവച്ചിട്ട് 10-40 വയസ്സ് വരെ ഇത് വെച്ചുകൊണ്ടിരുന്നു മനസ്സിൽ. അപ്പോൾ ഇസഹാക്ക് പറയുകയാണ്, ഞാൻ മൂത്ത മകനെ അനുഗ്രഹിക്കാൻ പോകാം, നീ ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോവാ, ഇറച്ചി വേവിച്ചുകൊണ്ട് പോവാ, ഞാൻ കഴിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കാൻ പോകാം. എന്ത് സംഭവിച്ചു? അപ്പോൾ റിബേക്ക ഓർത്തു, അയ്യോ ഇളയവനല്ലേ അനുഗ്രഹം വരേണ്ടത്, ഈ മൂത്തവൻ എങ്ങനെ അനുഗ്രഹം? അവർ ഒരിക്കൽ പോലും ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. അതിനാൽ എന്ത് സംഭവിച്ചു? അവർ ഇളയ മോനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ മൂത്തവൻ്റെ വസ്ത്രമൊക്കെ ഉടുപ്പിച്ച്, പിന്നെ ആടിൻ്റെ രോമം കൊണ്ടുള്ള വസ്ത്രം ഉടുപ്പിച്ച് അവൻ്റെ വസ്ത്രം ഉടുപ്പിച്ച് വേർപ്പിൻ്റെ മണമൊക്കെ ആക്കി വേഗം അപ്പോൾ കറി ഉണ്ടാക്കി അപ്പനെ കൊണ്ട് കൊടുത്തു. അപ്പൻ പറയുന്നത്, നീ മൂത്ത മകൻ തന്നെ ആണോ എന്ന് ചോദിക്കുന്നു. അന്നേ ഇവൻ പറയുന്നുണ്ട്, യാക്കോ പറയുന്നത്, ഞാൻ ഈ അനുഗ്രഹത്തിന് പോയി ശാപം വെക്കേണ്ടി വരുമെന്ന്. അമ്മ പറഞ്ഞില്ല, സാരമില്ല, എൻ്റെ മേലിരുന്നോട്ടെ. എവിടെ വിശ്വസ്തത? അമ്മയ്ക്ക് വിശ്വസ്തതയില്ല. 2 കാര്യങ്ങളിൽ തെറ്റുപറ്റി. ഒന്ന്, ഭർത്താവിനോട് പറയേണ്ട സമയത്ത് പറഞ്ഞില്ല. പല പ്രാവശ്യമായിരുന്നു പറയായിരുന്നു, ദേ ശ്രദ്ധിച്ചു കേട്ടോണേ, ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ഇളയവനാണ് അനുഗ്രഹം, മൂത്തവനല്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തതിനകത്ത് ഇടപെടരുതേ, സൂക്ഷിക്കണേ, അല്ലെ പ്രാർത്ഥിച്ചു നോക്ക് എന്ന് നമുക്ക് പറയാനുള്ള അറിയാമായിരുന്നില്ല, പറഞ്ഞില്ല. സോ വാട്ട് ഹാപ്പൻഡ്? ഇസഹാക്ക് മൂത്ത മകനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇളയവനെ അനുഗ്രഹിക്കുക. അന്ന് തൊട്ട് യാക്കോബ് ഓട്ടമാണ്. യേശാവ് പറയുകയാണ്, ഞാൻ നിന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞത്. അതോടെ പേടിച്ചോടുകയാണ്. പിന്നെ അമ്മ കണ്ടിട്ടേയില്ല ആ മകനെ. എവിടെയാണ് അമ്മയുടെ വിശ്വസ്തത? അമ്മയിലുള്ള ബലഹീന സ്വഭാവം ദൈവത്തോട് ചേർന്ന്. മൂന്നാമത്തെ, അതുകൊണ്ടത് ആകെപ്പാടെ പ്രശ്നമായി. പിന്നെ ആ അമ്മ മകനെ കണ്ടിട്ടില്ല. പിന്നെ വരുന്നത് ആത്മാവിനെ അനുസരിക്കുക. ആത്മാവിനെ അനുസരിക്കുന്ന അനുസരണമാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതേലും അനുസരിക്കണം. ഇതൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും പരിശുദ്ധാത്മാവ് ദിനം പ്രതി എന്നോട് സംസാരിക്കുന്നെന്നും അറിഞ്ഞാലല്ലേ നടക്കത്തുള്ളൂ. അതിനാണ് കൂട്ടായ്മയുടെ ആവശ്യം. പല ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലൊക്കെ കുറേ ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. അവരൊക്കെ നമ്മളോട് പ്രെയർ റിക്വസ്റ്റ് ചോദിക്കുമ്പം കറക്റ്റായിട്ട് നമ്മൾ ആ വചനപ്രകാരം പറഞ്ഞു കൊടുക്കും. ആദ്യം അവർക്ക് കേൾക്കുമ്പം പ്രയാസമാണെങ്കിലും അത് അവസാനം അവർക്ക് മനസ്സിലാവും. ബിക്കോസ് വി ആർ എ ഫാമിലി, കളക്റ്റീവായിട്ട് നമ്മൾ നിന്ന് ഹെൽപ്പ് ചെയ്യാണ്. ദാറ്റ്സ് വാട്ട് ഈസ് നീഡഡ് ഇൻ മാരീഡ് ലൈഫ്. സ്ത്രീകൾ കൂട്ടമായിട്ട് കുറച്ച് പേരെങ്കിലും വിശ്വസ്തരായിട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. ഭർത്താവിനോട് പറയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ പറയേണ്ട വിധം അറിയത്തില്ല, പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ച് വീട്ടിൽ കലക്കമുണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക. കൂട്ടായ്മയായിട്ടുള്ള പ്രാർത്ഥന വിശുദ്ധരുമായിട്ട് കൂട്ടിച്ചേരുക. കുടുംബം നിലനിർത്താൻ ഒന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, സ്ത്രീ ഒരു തക്ക തുണയാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവിടുന്ന് അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചതും. ഉൽപ്പത്തിയിൽ തുടങ്ങി വെളിപ്പാടാകുമ്പോൾ പുത്രനാം ദൈവം മണവാളനും സഭയാകുന്ന നമ്മളാകുന്ന സഭ മണവാട്ടിയുമായി മാറും. ആ ഒരു സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം വരാനൊക്കത്തില്ല. കാരണം പിതാപുത്ര പരിശുദ്ധാത്മാവിലുള്ള സെയിം ആത്മാവ്, അതേ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ, ആത്മാവ് ഒന്നാകുമ്പോൾ അതിനകത്ത് സ്നേഹം വരും. അവിടെ ദയയും കരുണയും കൃപയുമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ആത്മാവിൽ ഒന്നാക്കി നിർത്താൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പഠിപ്പിക്കണം. ഞങ്ങളുടെ മക്കളിൽ മരുമക്കളിൽ ഏക ആത്മാവിനെ ഇട്ടുകൊടുക്കണം. ആദമെന്ന് വിളിക്കുമ്പോൾ അവ്വ ഉണ്ടായിരുന്നു. അത് ആദ്യമേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പമില്ലായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞിട്ടുള്ള തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ തുടങ്ങി. അത് തന്നെ ഇപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് വിടുതൽ തരുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവരെ വീണ്ടെടുത്തിട്ട് ഏദൻ തോട്ടത്തിലെ അനുഭവത്തിലേക്ക്, ദൈവവുമായിട്ട് എന്നും നിന്ന് ജീവിക്കുന്ന ഒരനുഭവത്തിലേക്ക് ഒരു ശരിയായ നല്ല കുടുംബം പണിതെടുക്കാൻ ഞങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുകയാണ്. പെൺമക്കളെയും ആൺമക്കളെയും പഠിപ്പിക്കണമേ. ഈ വചനം ഇന്ന് ഇപ്പോൾ അയക്കുക. അപ്പം ഇത് ചെന്ന് അനേക കുടുംബങ്ങളിൽ വസ്ത്രം പോലെ ചെന്ന് വീണിട്ട് അവിടെയെല്ലാം സമാധാനം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവോഴ്സ് അല്ല ദൈവത്തിൻ്റെ പ്ലാൻ. ദൈവത്തിന് അത് ഇഷ്ടമല്ല. ദൈവം യോജിപ്പിച്ചവന് മനുഷ്യൻ വേർപിരിക്കേണ്ട ആവശ്യമില്ല. അതല്ല ദൈവമല്ല അവർ ചേർത്തതെങ്കിൽ അത് പിന്നെ ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് വീണ്ടെടുപ്പിൻ്റെ ആത്മാവിനെ പ്രാപിക്കട്ടെ. എങ്ങനെയാണെന്നേലും ഒരു വിശുദ്ധ കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് പുതിയൊരു കുടുംബം ഉണ്ടാക്കാൻ ദൈവം അനുവദിക്കട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പഴയ വ്യക്തികളെ മാറ്റുകയല്ല, ആത്മാവ് വരുമ്പം പുതു സൃഷ്ടിയായി മാറുകയാണ്. അതാണ് ആവശ്യം.
കർത്താവെ, അങ്ങനെ ഭയഭക്തിയോടെ ദൈവസ്നേഹത്തിൽ കുടുംബമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവർ. യോശുവ പറഞ്ഞല്ലോ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. അങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോയി ഞങ്ങളെ പഠിപ്പിക്കണമേ. നാഥൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.